രാമേന്ദ്ര, രാമേന്ദ്ര, ഓയ് രാമേന്ദ്ര. നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പതിവായി കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് തട്ടിയെടുക്കുക. അതെ, നമ്മുടെ പെട്ടെന്ന് നമുക്കൊരു മെസ്സേജ് വരും, അല്ലെങ്കിൽ ഒരു റോസാപ്പൂ വായിച്ചിരും, അതിൽ കയറി നമ്മൾ ക്ലിക്ക് ചെയ്യും, നമ്മുടെ അക്കൗണ്ടും ഫേസ്ബുക്കും വാട്സപ്പും ഇതൊക്കെ ഹാക്ക് ചെയ്ത് പോകും എന്നൊക്കെ പറയുന്നു. എത്രത്തോളം ശരിയുണ്ടെന്നും എത്രത്തോളം തെറ്റാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ അത് വെച്ച് ഞങ്ങൾ ഇന്നൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. ഒരാൾക്ക് ഒരു ലോൺ വേണം. അപ്പോൾ ലോണിൻ്റെ വെരിഫിക്കേഷനായിട്ട് ഞാൻ വരുന്നു. ബാക്കി ഭാഗങ്ങൾ എന്താണെന്ന് കാണാം. ഹലോ ഹലോ, അണ്ണാ നിങ്ങൾ എത്ര പറഞ്ഞാ? നീ എവിടെ? ഞാൻ ഇവിടെ വീടിന്റെ അവിടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഇനി താണ്ടി ഇതിന്റെ മുകളിലുണ്ടല്ലോ ഓ, ഒരു പച്ച ഇതൊക്കെ ഉള്ള ഒരു പെയിന്റ് അടിച്ച വീട്. ഓ ഓ ഓ ഓ, അവിടെ എത്തി. ഇതല്ലേ നിന്റെ വീട്? അവിടെ എത്തിയാണേ. ഓ, അണ്ണാ വീട് അതല്ലണ്ണാ, വീട് താഴെയാണ്, മോളിൽ അവിടെ കയറിയ. അഡ്രസ് ഇതല്ലേ നീ കൊടുത്തേക്കണേ? അഡ്രസ് അത് തന്നെ ഞാൻ. പക്ഷെ അതെ എന്റെ മാങ്ങയുടെ വീടാണ്. ഞാൻ ആണെങ്കിൽ ആരുടെ കുഴപ്പമില്ല, അണ്ണാ അവിടെ നിന്നില്ലേ, ഞാൻ അങ്ങോട്ട്. അല്ല, അഡ്രസ് ഇടാ. ഞാൻ നീ തന്ന ഇത് വെച്ചിട്ട് അഡ്രസ് നോക്കിയപ്പോ ഇവിടെയാണ് വന്നത്. ഞാൻ ഇവിടെ നിൽക്കാം. കുഴപ്പമില്ല. അവിടെ അവിടെ നിന്നോ, അവിടെ നിന്നോ. ആ, ഇത് എന്റെ മാമിയുടെ വീട് തന്നെ, നമ്മളെ വീട് തന്നെ, മാമിയുടെ വീട്. എന്റെ ഇത് ശരിക്കുള്ള വീട് ഇവിടെ താഴെയാണ്. ഓ, ഞാൻ പിന്നെ ഇവന്റെ ഒരു ആവശ്യമായിട്ട് പോയിരുന്നു. നിന്റെ മെസ്സേജ് നോക്കട്ടെ. എന്തായി? ആണോ, ഇന്ന് സെറ്റ് ആവുമോ? കാര്യം വെച്ചാല് പൈസ കുറച്ച് അത്യാവശ്യത്തിന്റെ അത്യാവശ്യമാണ്. ഇവന്റെ അത് ചോദിച്ചേക്കാണ്. ഇതെന്റെ കൂട്ടുകാരൻ. പണി കുറവാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ എടുത്താൽ നിനക്ക് അടയ്ക്കാൻ പറ്റുമോ? അടയ്ക്കാൻ പറ്റും. 1 ലക്ഷം എഴുതി കൊടുത്ത് ഒരു 65 രൂപ കിട്ടും. 65 കിട്ടുമോ? 65 കിട്ടും. പക്ഷെ 15 രൂപ നീ ആദ്യം അടയ്ക്കണം. ആദ്യം അടയ്ക്കണം. അത് അക്കൗണ്ടിൽ വന്നാലേ ഇങ്ങോട്ട് നീങ്ങില്ല. അക്കൗണ്ടിൽ ഇങ്ങ് വാ. അക്കൗണ്ടിൽ നിന്ന് വന്നാല് ബാക്കി 65 ഇട്ട് തരും. 65 നമ്മൾ ആദ്യം പൈസ ഒന്നും അങ്ങോട്ട് അടയ്ക്കണ്ടല്ലോ. 15 രൂപ അടയ്ക്കണം. നീ 15 രൂപ ഫസ്റ്റ് അടയ്ക്കണം. അതെവിടെ നിന്ന് കണ്ടെത്തണം. 15 രൂപ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ന് എന്നാ നിനക്ക് നിന്റെ അതിലോട്ട് ട്രാൻസാക്ഷൻ ആയിട്ട് വരും. 15 രൂപ അടയ്ക്കണ കേസാണ് ഇപ്പോഴേ. ഞാൻ CC തന്നെ അടച്ചില്ല. നിനക്ക് വേറെ എല്ലാം ആയിട്ടുണ്ട്. നിന്റെ ഫോട്ടോ എടുത്ത് വെരിഫൈ ചെയ്യണം. പിന്നെ ഇത് നാളെയായിട്ട് കിട്ടും. എന്നാ ഇത് നമ്മളെ അക്കൗണ്ടിൽ പൈസ വേണം. ഇവന്റെ അക്കൗണ്ടിൽ 5 പൈസ ഇല്ല. മനസ്സിലായോ? ഇതൊക്കെയാണ് കുഴപ്പം. ഞാൻ ഈ ലോൺ ഇറങ്ങി തിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ ഇതൊക്കെ പറയണ്ടെന്നാണ്. ആദ്യം പറഞ്ഞ കുഴപ്പമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവൻ അക്കൗണ്ടിൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടോ? അപ്പൊ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ നമ്മളെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ വേണോ? അതിപ്പോ നിങ്ങൾ പറഞ്ഞു ഉത്തരവാദിത്തോടെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുള്ളൂ. എടാ, നിന്റെ ഞാൻ ട്രാൻസാക്ഷൻ വേണമെന്ന് പറഞ്ഞാ ഞാൻ നിങ്ങൾ ഇപ്പൊ പൈസ ഫസ്റ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞില്ലല്ലോ അണ്ണാ. നീ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ആ പൈസയോട് ചേർത്ത് നിനക്ക് എടുക്കാമല്ലോ. നിങ്ങൾക്ക് ജാമ്യം നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ജാമ്യം നിൽക്കാൻ പറ്റും. ജാമ്യം ഉള്ളിയ ചെറിയ വല്ല ഒരു 500-700 വേറൊരു സാധനമുണ്ട്. അത് ഇപ്പൊ സ്പോട്ടിൽ ഞാൻ എടുത്തു തരും. നമുക്ക് കിട്ടിയ കാര്യം നമുക്ക് കാര്യം അമ്മ കാര്യം നിൽക്കണ്ട. ലോണ് പയ്യ 1 മാസം ആകുമ്പോഴത്തേക്ക് അടച്ചങ്ങ് പോവാല്ലോ. എനിക്ക് അത്രയും ഒരു ഞാൻ സത്യമായിട്ട് ഒരു പൈസ ഇല്ലാതെയാണ് ഇവിടെ വന്നത്. അത്ര കഷ്ടത്തിന് നിൽക്കുന്നത്. കാര്യം വെച്ചാൽ ഞാൻ വണ്ടിയില്ലേ, ഞാൻ ഇന്ന് അവിടെ വരാൻ നേരത്തെ തന്നെ ഇവന്റെ അടുത്ത് പറഞ്ഞ CNG പറഞ്ഞാണ് നിക്കണത്. അതാണ് എന്നെയും വിളിച്ചവൻ. ആട്ടാണ്ട് കാറ്ററിംഗ് ഉണ്ട്, വെൽഡിംഗ്. നമ്മള് ഇവിടെ അമ്പലമുക്ക്
അമ്പലക്കുള്ള വേറൂടെ എവിടെ എൻസി റോഡ് ഇതാണ് ഞാൻ റോഡിൽ നമ്മൾ തിരുവനന്തപുരം അപ്പം ഇട്ടേക്കണ അപ്പം വീശപ്പം ഇടിയപ്പം എല്ലാം ഉണ്ട്. സുരേന്ദ്രൻ. അപ്പൊ നമ്മള് അവൻ പറ്റിപ്പൊന്നുമില്ല, അവൻ കറക്റ്റ് ലോണെല്ലാം കറക്റ്റൊക്കെ അടഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതിന്റെ ഏജന്റ് മാത്രമാണ്. അത്രക്ക് പിന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്യാം അത്രേ ഉള്ളൂ. നിങ്ങൾ ചുമ്മാ പിന്നെ നടക്കൂലെങ്കിൽ ആദ്യം പറഞ്ഞു. അവൻ അത്രക്ക് സിറ്റുവേഷൻ ആണ്ടല്ലോ ആ ലെഫ്റ്റിൽ നിൽക്കണ. നീ ഒരു കാര്യം ചെയ്യോ, 10 രൂപ 5 രൂപ ഞാനും കൂടെ ഇട്ട് നീ 5 രൂപ എനിക്ക് എടുത്ത് തന്നാ മതി. നമ്മ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ എത്ര ലോൺ പറഞ്ഞു? ആദ്യം 50 കിട്ടും, ഇപ്പൊ 65. 65 1 ലക്ഷത്തിന് അപ്ലൈ ചെയ്ത് 65 ആയി. 65 വേണ്ട, 50 രൂപ കൂടി. 50 കിട്ടാനും ഇവന്റെ ബാങ്കിൽ ട്രാൻസാക്ഷൻ കാണിക്കണ്ടേ? അതിനിപ്പം ഇടയ്ക്കൊക്കെ ട്രാൻസാക്ഷൻ വണ്ടിയിൽ സീസ് വലിപ്പം അതിന് അടക്കണില്ലല്ലേ? 3 ഒന്നാമത് സിവിൽ സ്കോർ കുറവല്ല, 2 മാസം സിവിൽ സ്കോർ കുറവല്ലേ ഇപ്പം? സിവിൽ സ്കോർ ഒരു 15 രൂപ എവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? പിറ്റേ ദിവസം എടുക്കാടേ. സത്യമായിട്ട് ഇന്ന് നിങ്ങൾ ഞാൻ സത്യം ഇവന്റെ എന്തിനു പറഞ്ഞു വന്നു ചോദിച്ചു. അത്രയ്ക്ക് അത്യാവശ്യം ഇവന്റെ ഞാൻ ഇപ്പൊ എന്തിനു പറഞ്ഞു വന്നതാണെന്ന് ചോദിച്ചു. ബാക്കി റെക്കോർഡെല്ലാം തന്നിട്ടുണ്ടോ? ബാക്കി എല്ലാം ആയി, അപ്രൂവൽ എല്ലാം ആയി. അവരിപ്പോ ലാസ്റ്റില് ഫോട്ടോ എടുക്കണം, ഫോട്ടോ ലൈവായിട്ടൊന്ന് ഫോട്ടോ എടുത്താൽ എനിക്ക് അയച്ചു കൊടുക്കണം. അറിയാലോ ഇപ്പോഴത്തെ എല്ലാം ലൈവാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം പക്ഷെ പൈസ മാത്രം കിട്ടുന്നില്ലല്ലേ? എന്റെ ഒരു ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുൻകൈ എടുത്ത് നടക്കണം. അല്ലെങ്കിൽ ഒരുത്തന്നെ അറിയാം, കാര്യം അറിയാം. നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി നിൽക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഒരു 20 രൂപ 15 രൂപ അടച്ച് ഒന്ന് സെക്യൂരിറ്റി നിൽക്കി 2 ദിവസത്തേക്ക്. എന്റെ വീടിന്റെ ലോൺ ഒന്നിരിക്കുകയാണ്. ഞാൻ വേണം ജാമ്യം നിൽക്കാം, എല്ലാം കാണിച്ചു തരല്ലോ. പിന്നെ വിശ്വാസം ഞാൻ ബാങ്ക് ആണേ. എന്റെ കാര്യം എനിക്കും പൈസ സമ്പാദിച്ചു. കാറ്ററിംഗ് ഒക്കെ നടന്നതിന് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ കാറ്ററിംഗ് അറിയാം, വീടിന്റെ കാര്യം നോക്കണ്ട അമ്മ. എനിക്ക് വീടിന്റെ കാര്യങ്ങളുണ്ട്, കാര്യത്തിന് ലോണുണ്ട്, എല്ലാം എന്തൊക്കെ കാര്യമുണ്ട്. അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്ക് ആറ്റിന് എംപ്ലോയിനാണ്, എല്ലാ കാര്യത്തിനും ഉണ്ട് നിന്ന് പോണത്. അങ്ങനെ എല്ലാം കവർ തന്നെ പോണത്. ഒറ്റ പൈസ ഇല്ല കയ്യിലെന്ന് വെച്ചാൽ, ഒറ്റ പൈസ ഇല്ലായിരിക്കണം. അതേ നിനക്ക് ഇപ്പൊ ഇന്നത്തേക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സ്പോട്ടിൽ നിനക്ക് പൈസ തരാം. അക്കൗണ്ടിൽ പൈസ ഇട്ടില്ല. മാക്സിമം ഒരു 700, 2 ടേണായിട്ട് വലിക്കുകയാണെങ്കിൽ ഒരു 700 രൂപ വലിക്കാം. ഒരു ഫോണിൽ നിന്ന് വലിക്കാൻ പറ്റുമോ? ഒരു ഫോണിൽ നിന്ന് വലിക്കാം, 500 200 വലിക്കാം. അത് വേണമെങ്കിൽ ചെയ്തു തരാം. അവനിപ്പോ 3000 കൊടുക്കണം, ഇന്ന് കൊടുക്കണം 2 മണിക്ക്. ഇപ്പൊ നമുക്ക് 3000 ഇപ്പൊ അത്യാവശ്യം. കാര്യം വെച്ചാൽ എനിക്ക് വൈകിട്ട് കറണ്ട് ബില്ല് അടച്ചില്ല, അങ്ങനെ കുറെ സംഭവം. ഇതെല്ലാം കൂടെ ഞാൻ ഇവന്റെ വീട്ടിലെ സർവത്ര ജോലി ഞാൻ അടയ്ക്കണോടെ. ആലോചിച്ച് നോക്ക്, അവന് കറണ്ട് ബില്ല് അടയ്ക്കും, ഞാൻ ഈ കറണ്ട് ബില്ലിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അവന് കട കൊണ്ടുവന്ന് ഞാൻ കട കൊടുക്കണം. അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഫോണിൽ നിന്ന് എടുത്തു തരാന്ന് പറഞ്ഞില്ലേ, എനിക്ക് എടുത്ത് തന്ന അതൊരു 700 രൂപ ഇപ്പൊ വേണമെങ്കിൽ വലിച്ചു തരാം. 700 രൂപ ആയിരിക്കും. നിന്റെ ഫോൺ നമ്പർ എത്ര? നിക്ക്, ഇത് ഭയങ്കര സംശയമുണ്ടോ? മനുഷ്യന്മാരാരും ആരെ ഇവിടെ ഈ ലോൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആരെയും വിശ്വാസമില്ല, ഉടുത്തുടി പോലും വിശ്വാസമില്ല ലോണുകാർക്ക്. മനസ്സിലായ? നിന്റെ കൂടും കുടുക്കും എല്ലാം എഴുതി വാങ്ങിച്ചിട്ടേ ലോണ് കൊടുക്കൂ. അറിയാലോ നീ ലോൺ എടുത്തിട്ടുണ്ടോ? നീ അതാണ് നിനക്ക് അറിഞ്ഞൂടാ. 73 06 43 1760. ഇപ്പൊ നമ്മൾ ഒരു 3000 നമുക്ക് വേണം. 3000 അല്ല 700 രൂപ അടിച്ചു തരാം, നമുക്ക് ശ്രമിക്കാം. അത് കാണാതെ വെക്കണമല്ല, പിന്നെ 700 വെച്ചിട്ട് എന്തിനു കിട്ടായി? അതൊരു ട്രിക്കാണ്, മനസ്സിലായ? നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധനം അങ്ങോട്ട് അയച്ചു കൊടുക്കും ബാങ്കിൽ. അപ്പോൾ അതിനെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് അടിച്ചു കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ആദ്യം 200 രൂപ അടിച്ച് നോക്കാം. അപ്പോൾ 200 രൂപ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത 500 രൂപ അടിക്കാം. മനസ്സിലായ? അങ്ങനെ 2-3 ടേണായിട്ട് എടുക്കും. വലിയ നമുക്ക് 1000 500 ഒന്നും അടിക്കാൻ പറ്റില്ല. 500 അടിക്കാം, 1000-ന് താഴെ അടിക്കാം. 2 ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റൂല. അല്ല, ഒരാൾ നിന്റെ ഫോണിൽ നിന്ന് ഓടിക്കൽ സെറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കെങ്കിൽ എൻ്റെ ഫോണ് അതിലുള്ള നിന്റെ ഫോണിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്താൽ മതി. കസരഞ്ഞുണ്ട് അവിടെ ഇവിടെ തണലുണ്ട്, അവിടെ ഭയങ്കര ചെയ്യുന്നു, മഴയൊന്നും ഇല്ല ഇങ്ങോട്ട്. കോമഡി കേസല്ലേ? എടാ നിന്റെ നമ്പർ ഇത് തന്നെയല്ലോ? ആണല്ലോ. 73 06 43 രാത്രി വിളിക്കല്ലേ? 43 17 60.
രാത്രി ബിസി ആയിരിക്കും. അയ്യടി ചെറുക്കൻ എവിടെ നിന്നേ ഇതിനെ കൊണ്ടുപോകണം? എന്റെ കൂട്ടുകാരൻ ക്ലാസ്മേറ്റ്. കൊള്ളാം കേട്ടോ. എന്തിനുള്ള നീ വേണമെങ്കിൽ എൻ്റെ കൂടെ ഫീൽഡ് വർക്കിന് വാടേ. നീ 10 പേരെ സംസാരിച്ച് റെഡിയാക്കി താ. ഞാൻ കണ്ട ഇത് 1 മാസത്തിനകത്ത് ഇത്ര എണ്ണത്തിനെ മീറ്റ് ചെയ്യണം. ഇതൊക്കെ എന്തൊരു നമ്പറാണ്, ഇതൊക്കെ ആരുടെ നമ്പർ? ഇന്നത്തെ ദിവസം മെനക്കേടാക്കി. നീ ഇങ്ങോട്ട് എടുക്കില്ലേ? നീ ഫോൺ ഇങ്ങോട്ട്. വേറെ ആരും വിളിക്കും ചേട്ടാ? ഇല്ല. മഴയത്തിരുന്ന് കസര വിരിച്ചു വെച്ചിരുന്ന രാജ്യറാകാണ്ട് ആദ്യം 200 അടിച്ചു നോക്കാം. 200. ഇപ്പൊ 700 എനിക്ക് അല്ല 2 ടേണായിട്ട് എടുക്കാടേ. അങ്ങനെ 4 ടേണായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ കോമഡി കളയണം നമ്മളെ ചെയ്യുന്നുണ്ട്. 2000 രൂപയ്ക്കകത്ത് ഇന്ന് എടുക്കാം. പക്ഷെ നമ്മളൊരു 3-4 ടേണായിട്ട് വലിക്കാൻ പറ്റും. ഒറ്റ അടിക്കും 1000 കൂടി 1000-അകത്ത് വലിക്കാൻ പറ്റും. അതിങ്ങനെ ചെറിയ ചെറിയ മൈക്രോ ഫിനാൻസ് ഉണ്ടല്ലോ. മൈക്രോ അല്ല, നാനോ ഫിനാൻസ്. മൈക്രോയെക്കാളും ചെറുത്. അതാണ് ഈ പുൽപ്പ. മനസ്സിലായോ? അപ്പൊ അതിലടിച്ചിട്ട് ഒരു ഹായ് അടിച്ചിട്ട് എന്താ ചെയ്യും? നിന്റെ നമ്പർ പറ. 88 48 66 08. ഒന്നാ നോക്ക്. എന്റെ ഫോണൊക്കെ എനിക്ക് കിട്ടണം. നീ ലൈനെ വിളിക്കട്ടെ ഒരുപാട്. 200 രൂപ വന്നടേ. ഇയാളെന്തരേ കാണിക്കണം. വിറകണേ 62 98 91 ഇനി അടുത്തിട്ട അടയ്ക്കാൻ വീട് 200 രൂപ. 500 രൂപ നോക്കട്ടെ. ഇവിടെ സംഭവം നടക്കുമ്പോൾ എനിക്ക് സാധനം എടുത്തിടണേ. അത് സെറ്റാക്കാം. ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്താ. നിങ്ങളെ പല്ല് വിളിയും കാണിക്കില്ല. എന്നാ പിടിച്ചോ. എന്തൊക്കെ ചെയ്യും? എന്തിനാണ് ചെയ്യും? അത് ചെയ്ത ഒന്നുമില്ല. അതിൽ നിന്ന് അവർക്കൊരു നമ്പർ കൊടുക്കണം. ട്രാൻസാക്ഷൻ നമ്പർ. മനസ്സിലായോ? അല്ല നിന്റെ ഇതിൽ നിന്ന് പൈസ ഒന്നും പോകില്ല. ഇനി പൈസ എൻ്റെ ഇതിൽ നോക്കടാ. ഇപ്പൊ ഒരു കോഡ് വന്നാൽ നോക്കും. ഓണാക്കി എടുക്കാൻ പാടും. 500 രൂപ. 700 700 കൊടുത്ത കാര്യം തരും. 3000 700 രൂപ. ഇനി ഉടനെ നടക്കില്ല. കുറച്ചിത്തിരി ടൈം. 2 സെക്കൻഡിൽ ഒരു 5 മിനിറ്റ് നില്ലേ. ഇത് എന്താണ് ഇപ്പൊ ഇനി മനസ്സിലായില്ല. ഇപ്പൊ ഈ 700 രൂപ എന്റെ ഫോൺ വെച്ച് കൊടുക്കേണ്ട കാര്യം? ഒരു നമ്പർ ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പൈസ വരും. അത് വരുന്നത് എൻ്റെ അക്കൗണ്ടിലോട്ട് വരും. വന്നത് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിന് അവന്റെ നമ്പർ എടുത്താൽ പോരെ? അങ്ങനെ കൊടുക്കാം. അവന് നാളെ മറ്റേ വലിയ ലോൺ അടക്കല്ലേ. നീ ഫോട്ടോ എടുക്കട്ടെ. 2 ഫോട്ടോ എടുക്കണേ. അവന് ജാമ്യം നിൽക്കണ്ടേ നിനക്ക്? ഈ പൈസ കിട്ടാൻ ഉമ്മ കിട്ടിട്ട് 700 രൂപ ഇപ്പൊ വന്നോ? നീ ഇപ്പുറത്ത് വാടേ ഫോട്ടോ എടുക്കും. 700 രൂപ വന്നിപ്പോ. 700 രൂപ വന്നോ? അതിന് ഹലോ ചേട്ടാ, ഞാനിപ്പോ മലമോളിൽ നിൽക്കുന്നു. ഇവിടാണ് ഇപ്പൊ റേഞ്ച് കാണിക്കുന്നത്. ഞാനിപ്പോ മുകളിൽ 2 പേരത്തൊക്കെ പോയിട്ടാണ്. ഇപ്പൊ താഴോട്ട് വന്നപ്പോ ഇവിടെ റേഞ്ച് കാണിക്കുന്നുണ്ട്. മലമുകളില് സെൻഡ് ചെയ്ത കുഴപ്പമുണ്ട്. രണ്ടുപേരും ഇരിക്കുന്നത് നോക്കട്ടെ. എനിക്ക് അടുത്തടുത്ത് സിഗ്നൽ എനിക്ക് കിട്ടുന്നുണ്ടേ. ശരി, കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ ഇനിയിപ്പോ അടുത്ത പൈസ മൊത്തം കൊടുത്തിട്ട് എമൗണ്ട് കൊടുത്തിട്ട് അടുത്ത ഫോട്ടോ എടുക്കണം. നിന്റെ ഫോട്ടോ എടുക്കണ്ടേ? എന്റെ കൂടെ വന്നിട്ട് ജാമ്യം നിൽക്കണ്ടേ? അത് ആദ്യം ഇത് പ്രൊഫറ്റ് ആവട്ടെ. ഇത്ര ദിവസം ഓട്ടിക്കണേ. ഞാൻ രാവിലെ സംസാരിക്കും. എനിക്ക് നിങ്ങളുടെ സിഗ്നൽ കിട്ടുന്നത് എന്താണ്? എന്റെ ഫോണിൽ നിന്ന് ക്യാഷ് വിഡ്രോ ആയി. ഇപ്പൊ ഒരു 2 ദിവസം കൊണ്ടുണ്ട്. ഇപ്പൊ തുടർച്ചയായിട്ട് ക്യാഷ് വിഡ്രോ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സിഗ്നൽ നിന്ന് നോക്കട്ടെ. എന്റെ ഫോണല്ല. ഓക്കെ, എന്റെ ഫോണിൽ നിന്ന് ക്യാഷ് വിഡ്രോ ആവൂലല്ലോ. ഫോണിൽ നോക്കിയതല്ല, അറിയാലോ. ഈ റോസാപ്പൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോ അത് കണ്ട റോസാപ്പൂ ഇതും പറ്റിപ്പാണ് ചേച്ചി. കണ്ട ഇതൊക്കെ ഇങ്ങനെ ഇതില് ക്ലിക്ക് ചെയ്യുമ്പോ എന്റെ ക്യാഷ് വിഡ്രോ ആവുന്നു. അതിപ്പോ ഇതിലൊക്കെ വരും. വാട്സപ്പിലൊക്കെ അങ്ങനെ ഇതൊക്കെ സിഗ്നൽ വേണ്ടി ഇപ്പൊ ഇവിടാണ്. ഇവിടെ ഫോണിന്റെ സിഗ്നല് ടവറിന്റെ ടവറിന്റെ മനസ്സിലാവില്ല.
മനസ്സിലായില്ല, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല, അതാണ് സംഭവം. മനസ്സിലായെന്ന് പറയാം, എന്റെ ഫോണിൽ കിടക്കുന്ന പൈസ, ക്യാഷ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ, അത് ഞാൻ അറിയാതെ വിഡ്രോ ആവുന്നു. എനിക്കൊരു കോഡ് വരും, ഞാൻ അത് പിടിച്ച് ക്ലിക്ക് ചെയ്യാ പോവുക. അത് എങ്ങോട്ടാണ് പോണേന്ന് അറിയാലോ. കമ്പനിയോട് വിളിച്ച് ചോദിച്ചു കമ്പനിയോട് വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു അവര് കൈ വളർത്തി, അവർക്ക് അറിയേണ്ട കാര്യമില്ല, അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഓ ഇപ്പൊ പോയി, ഇപ്പൊ ഒരു 700 രൂപ പോയി. ഒരു 1760 ആരുടെ നമ്പരാ? 1760 വിളിച്ചോക്കട്ടെ. ആണോ? ആര് വാങ്ങിച്ചു? അവരല്ലല്ലോ വാങ്ങിച്ചത്, നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ഫോണിലാണ്. എനിക്കത് അറിയേണ്ട കാര്യമില്ലല്ലോ, എനിക്കത് അറിയേണ്ട എനിക്ക് നമ്പർ ചേച്ചി നമ്മൾ ഒന്നാമത്തെ കാര്യം അറിഞ്ഞില്ല, നമ്മളതാ ഈ ഫോൺ നമ്പർ എടുക്കാൻ പറഞ്ഞ നമ്പർ എടുത്തു. എനിക്കറിയാം, എനിക്ക് അക്കൗണ്ട് ഒന്നും എനിക്കില്ല, എനിക്ക് അക്കൗണ്ട് ഒന്നുമില്ല, എനിക്ക് നമ്പർ എടുക്കാൻ പറഞ്ഞ നമ്പർ എടുത്തു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ പൈസ പോണത്? പിന്നെ എങ്ങനെ എനിക്ക് കോൾ വന്നു? എനിക്കറിയത്തില്ല, എനിക്ക് കോഡ് വന്നു. എനിക്കറിയത്തില്ല ചേട്ടാ, അതങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവർക്ക് നമ്പർ കൊടുത്തു, നമ്പർ ഇപ്പൊ കൊടുത്തു, ബാങ്കിൽ എന്തോ സിറ്റുവേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ കൊടുത്തു നമ്പർ. ആർക്ക് കൊടുത്തു? ഇവർക്ക് കൊടുത്തു. ഇവിടെ ചോദിക്കാം, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾ എന്തിനു വാങ്ങിച്ചു? നമ്പർ വാങ്ങിച്ചു. നിങ്ങൾ ഇങ്ങനെ ചെയ്യലാണ്. അത് ആ ചേച്ചിയിൽ ഇത് നമുക്ക് ഏണി എന്തിനാണ് വഴിയെ പോണ ഏണി എടുത്ത് വെച്ചാൽ ചോദിച്ചു, ഞാൻ കൊടുത്തു. എനിക്കതറിയാവൂ, ഞാൻ നിങ്ങൾക്ക് നമ്പർ എന്നല്ലോ, അത് ഇയാള് ചോദിക്കാം. നിങ്ങൾ നിങ്ങളെ ചോദിക്കാം. എനിക്ക് കോൾ വന്നത് ആരുടെ ഫോണിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്? കോൾ വന്നിട്ട് എനിക്കറിയേണ്ട കാര്യമില്ല, ഇയാളെ നമ്പർ കോൾ വന്നത്. കോൾ വന്നിട്ടില്ലല്ലോ, ഇയാളെ കോൾ വന്നിട്ട് എനിക്ക് വന്നിട്ടില്ലല്ലോ. ഫോട്ടോ നമ്മളെ 700 രൂപ നമ്മള് ലോണായിട്ട് തരാനാണ് പറഞ്ഞത്. നിങ്ങൾ വല്ലവരെ അക്കൗണ്ടിൽ എടുത്ത് തരാൻ പറഞ്ഞില്ല. അതൊരു ലോണാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മള് ഒന്നും ചെയ്തില്ല. നമുക്ക് നിങ്ങളുടെ നമ്പർ അറിഞ്ഞൂടെ, നമ്മളിതാ ഇപ്പൊ വന്നതേ ഉള്ളൂ. എടേ, ഒരു ലോണിന്റെ കാര്യത്തിൽ നീ ഇങ്ങനെ വിടരുത്. എന്തായാലും ചൂടായിപ്പായി, ഇത് തട്ടിപ്പെന്ന് പറഞ്ഞ തട്ടിപ്പിന്റെ അങ്ങേയറ്റം. നിങ്ങളോട് പോണു, നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ തന്നെ നിക്കണം. അല്ലേ നിങ്ങൾ കളറാന്ന് ഞാൻ പറഞ്ഞോ? ചേച്ചി മനസ്സിലാക്കും. നമ്മൾ എന്തിനാ ചെയ്ത്? നീ കണ്ടല്ലേ, നമ്മൾ ഒരുമിച്ച് നീ പറയണ കാള്, നീ പറഞ്ഞ കാര്യമില്ല. ഇത് എന്തൊരു കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. നേരത്തെ നിങ്ങൾക്കെല്ലാം കൂടെ ഉടായിപ്പാണോ? ഇന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഇന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ഉണ്ടെന്നുള്ള എനിക്ക് തെളിവായി. ഇന്ന് മാത്രമേ ഉള്ളൂ. ഇവ എന്റെ കൂട്ടാണ്, എന്റെ ജീവിതമാണ് ജീവിക്കുന്നത്. എന്റെ ജീവിതമാണ്. കളയല്ലേ? പച്ചക്കറി കടയിൽ പോയി സാധനം മേടിക്കുന്ന ഫോൺ നമ്പർ, ഇത് ആരെയൊക്കെ ഫോൺ നമ്പരാ? ചേച്ചി നീ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ചേച്ചി ഞാൻ ഓടൂല, ഞാൻ നിക്കാണ്. പോലീസ് വരട്ടെ, അങ്ങനെ കൊള്ളരുതല്ലോ. ഇങ്ങനെ ഉടായ്പ ഇപ്പൊ സൈബർ സംഭവം ഇതാണ്. എന്നെ അടിക്കാനാണ് നിന്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ ഇല്ല അളിയാ, നിനക്ക് അറിഞ്ഞൂടാ. നീ എന്നെ അളിയാന്ന് വിളിച്ചില്ല, നീ എന്നെ അളിയാന്ന് വിളിച്ചു. നീ നേരത്തെ അവിടെ ഒന്ന് അളിയാന്നൊക്കെ വിളിച്ച് അവന് ലോൺ നീ അത് നിനക്ക് എന്നെ അറിഞ്ഞൂടാത്ത. പക്ഷെ നീ ഇന്നും എവിടെ വെച്ചാലും ശരി, ഈ കേരളത്തിനകത്ത് ഒരിടത്തു നിന്ന് നീയൊക്കെ പോകൂല. എടാ നിനക്ക് നീ എന്നെ അവനെന്നെ അളിയാന്ന് വിളിക്കാൻ എനിക്ക്. നീ അവന് പൈസ 700 രൂപ വേണമെന്ന് പറഞ്ഞില്ലേ? നീ ജാമ്യം നിൽക്കാനല്ലേ? ആരെങ്കിലും അക്കൗണ്ടിൽ നിന്ന് നിനക്ക് പൈസ കിട്ടിയാ പോരെ? എടാ കഷ്ടപ്പെട്ട് ഞാനെത്തി കഷ്ടപ്പെട്ടില്ലേ? കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുക്കണോ, അവർ കഷ്ടപ്പെട്ട് ജോലി, അവരെ പൈസ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണോ? അതല്ല അറിയാ,
ഇല്ല അടിക്കല്ല അളിയ എന്നെ അടിച്ചാ നീ നീ ആർക്കും പ്രശ്നമാണ് അളിയ അടിച്ചാ പ്രശ്നമാണ് തീക്കാന്ന് ഞാൻ പറഞ്ഞ പോലീസിന്റെ ചേച്ചി കണ്ണടിഞ്ഞ പോലീസിന്റെ അടുത്ത് കൊടുക്കണ സഹായം ചെയ്തു പോ. അളിയ നിക്ക് പറയട്ടെ നീ ഇവിടെ അടിച്ചപ്പോ എന്റെ ബാക്കിൽ നിന്ന് എന്തിനാ പോയി അളിയ നിന്റെ അമ്മ എന്നോട് പറഞ്ഞില്ല പൈസ നോക്കണം ഞാൻ പറയട്ടെ നമ്മൾ അടിച്ച ഗ്യാസ് വേറെ ഗ്യാസ് പറഞ്ഞ പൈസ നോക്കിക്കണത് ആ പാവപ്പെട്ട പെണ്ണ് കഷ്ടപ്പെട്ട് വേലാണ് പെണ്ണ് പൈസ ആ അത് അവർക്ക് വേണ്ടേ ഞാൻ കട കഷ്ടപ്പെടുത്തേ ആണോ വരാന്ന് പറഞ്ഞു. നോക്കാം അല്ലെ ഇല്ല അറിയാൻ വല്ലഞ്ഞിട്ട് ചോദിക്കും ഇങ്ങനെ മറ്റുള്ളവരുടെ നീ പൈസ ഇവിടെ അടിച്ച ഇവിടെ എന്തിനാ പോയത് നിന്റെ ഓ എന്തായാലും കണ്ടൊരു കഷ്ടമായി പോയെന്ന് പറ. രാമേന്ദ്ര നീ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ശല്യം ചെയ്യല്ലേ എന്തിന് കണ്ടുവരാതെ പൈസ വെച്ച് കൊടുക്കണത് എടാ നിങ്ങൾക്ക് ലോണിന് വേണ്ടി നമ്മള് ലോണായിട്ടാണ് ആൾക്കാർക്ക് അവരത് പൈസ നമ്പർ വെച്ചിട്ട് അവരെ റിട്ടയർ ചെയ്തിട്ട് ഈ നമ്പറിൽ വാങ്ങിച്ചിട്ട് അടുത്ത പൈസ പാസ് ചെയ്ത് കൊടുക്കണതാ നിന്റെ കൂടായ്പ് എന്തൊരു ഉടായ്പ് ഇങ്ങനെ ഉടായ്പ് ഞാൻ ആദ്യമായിട്ട് കാണുവാ എല്ലാരും ചേർന്നുള്ള ഒരു ഉടായ്പ് ആര് ചേർന്ന് ചേച്ചി അങ്ങനെ എന്തിനു പിന്നെ പറയണം ഞാനെല്ലാം എന്താ പറയണം എന്തിനാണ് രാമൻ നമ്മളിത് അറിഞ്ഞ ചേർന്ന ഇവര് പറഞ്ഞ കേട്ടില്ല നമ്മള് ചേർന്നുണ്ട് ഇവിടെ ആയിപ്പം അല്ല പിന്നെ ഞാൻ എന്താ പറയണം നിങ്ങളുടെയൊക്കെ ചേച്ചി, ഫോൺ എത്രയാണ് എന്റെ അടുത്ത് കിടക്കുന്നത് നമ്മള് രണ്ടുപേരും ഒരുമിച്ച് ഒരു ലോണിന്റെ ആവശ്യമായിട്ട് വന്നത് ആരും വിളിച്ചിട്ട് ആരെ ഞാൻ വിളിച്ചോളാം ഇയാളുടെ ചേർന്നിട്ട് നീ അയാൾക്ക് പൈസ എടുത്ത് ഞാൻ കൊടുക്കണം ഇന്ന് വിളിച്ച് എന്നെ നമ്പർ വെച്ച് കാരണം ഇവന് ലോൺ എടുക്കാണ്ടായിരുന്നു ലോൺ എടുക്കാൻ വേണ്ടിട്ട് ജാമ്യം എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു ജാമ്യം എടുക്കാൻ എന്റെ ഫോൺ അളിയ ഹലോ അളിയ എന്റെ ഫോൺ വേണേ ഫോണും എന്റെ കൊണ്ടൊന്നും പറയിക്കല്ലേ ഞാൻ നിന്നോട് ഉടായിപ്പല്ലേ ഇവൻ കാണിക്കണേ നീ ഇരുന്നോട്ട് നിക്കട്ടെ നീ നിന്നോട്ട് എപ്പോഴേ ഇരിക്കണം ഞാൻ പോവില്ല ഓടൂല ഓടൂലടാ ഞാൻ ഓടൂല ഓടൂലെന്ന് പറഞ്ഞാൽ ഓടൂല ഓടൂലെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ല ആള് വരും ആള് വന്നിട്ട് എന്തായാലും ഒറ്റയടിയില്ല പല്ലളി പോകാത്ത ഭാഗ്യം അത് ആരെങ്കിലും കൊണ്ട് ഇളക്കണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞമ്മ എവിടെ പലരാക്കാൻ ആന്നുണ്ടേ അവരൊന്ന് ഇളക്കി തരുവാടെ കുഞ്ഞമ്മ വന്നിട്ട് എന്തെടുക്കാന് അല്ല അല്ല നിങ്ങളുടെ കുഞ്ഞമ്മയ്ക്ക് പല്ലളക്കന്റെ ജോലിയുണ്ടാ അവര് ഡോക്ടറൊന്നും അല്ല അവര് വീട്ടിൽ ജോലിക്കാരിയാണ് അത് ശരി അളിയ ഞാൻ ഒരു കാര്യം പറഞ്ഞോടാ എനിക്ക് പറഞ്ഞോട്ടെന്ന് പറ പറയട്ടെ പറ അളിയ പറയട്ടെന്ന് പറ അങ്ങനെ എന്താ വെച്ചാ പറ ജയിലിൽ പോകാൻ മടിയില്ല എനിക്കും ജയിലിൽ പോകാൻ പേടിയില്ല പക്ഷെ എനിക്കൊരു കാര്യം നിന്റെ സത്യം ഞാൻ ജയിലിൽ പോകണം അവിടെ ഇരി. എനിക്കൊരു കാര്യം നിന്റെ പറയാനുണ്ട് നിക്കി പറയാലോ അതാണ്ട് ഇങ്ങോട്ട് നോക്ക് ഡേയ് ഇത് നോക്ക് ഇതൊന്നും പല്ലൊന്നും അല്ല അത് നോക്കണേ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാമാണ് മനസ്സിലായ പൈസ തട്ടിപ്പിനെതിരെ നമ്മൾ ചെയ്തൊരു അവയർനെസ് പ്രോഗ്രാം അല്ലാതാ അറിയാ നീ എന്നെ അഴിച്ച് എന്റെ കിളി പോയി സത്യം പറഞ്ഞു നോക്ക് ക്യാമറ അറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പല ന്യൂസുകളും കാണാറുണ്ട്. അവരെ പറ്റിച്ചു ഇവരെ പറ്റിച്ചു, ഫോണിൽ ഒരു റോസാപ്പൂ അയക്കും, അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ ക്യാഷ് വിഡ്രോ ക്യാഷ് എന്ന് പറഞ്ഞ് വരും അല്ലേ. അങ്ങനെ പല സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഇന്നൊരു പ്രാങ്ക് നമ്മുടെ ചേട്ടന് കൊടുത്തത്. കേട്ടാ, നമുക്കൊരു അവയർനെസ് പ്രോഗ്രാമാണ്. മറ്റു രീതിയിലൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ബിഗ് പ്രാങ്ക്സിൻ്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്. ആദ്യമായിട്ട് ബിഗ് പ്രാങ്ക്സിൻ്റെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാറക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഈ പ്രോഗ്രാം നിങ്ങളിപ്പോൾ പറ്റിച്ച ഈ പ്രോഗ്രാം, അതായത് നിങ്ങളെ റാങ്ക് ചെയ്ത ഈ പ്രോഗ്രാം നമ്മൾ യൂട്യൂബിൽ ഇടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല കുഴപ്പമില്ല. കുഴപ്പമില്ല, സന്തോഷം തന്നെയല്ലോ. ശരി, ഓക്കെ.